नमस्कार दोस्तों, आज हम जानेंगे पारिभाषिक शब्दावली क्या होती है. ഇന്ന് നമ്മൾ പാരിഭാഷിക് ശബ്ദാവലി എന്താണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. पारिभाषिक शब्दावली से मतलब है किसी विषय में इस्तेमाल करने वाले खास शब्द. इसे तकनीकी शब्दावली भी कहा जाता है क्योंकि ये विज्ञान और तकनीकी विषयों में प्रयुक्त होते हैं. അതായത് പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ടതും സ്പെഷ്യലായിട്ട് ഉള്ളതുമായ വേർഡ്സ് ആണ്. ഇതിനെ ടെക്നിക്കൽ ടെർമിനോളജി എന്നും വിളിക്കുന്നുണ്ട്. പാരിഭാഷിക് ശബ്ദാവലിയെ ടെക്നിക്കൽ ടെർമിനോളജി അല്ലെങ്കിൽ തക്കനീക്കി ശബ്ദാവലി എന്നും വിളിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സയൻസ്, ടെക്നോളജി മുതലായ വിഷയങ്ങളിൽ യൂസ് ചെയ്യുന്നു പാരിഭാഷിക് ശബ്ദാവലിയെ. അതുകൊണ്ടാണ് അതിനെ തക്കനീക്കി ശബ്ദാവലി എന്നും അല്ലെങ്കിൽ ടെക്നിക്കൽ ടെർമിനോളജി എന്നും വിളിക്കുന്നത്. पारिभाषिक शब्दावली उस खास या तकनीकी शब्दों का संग्रह होती है जो किसी विशिष्ट विषय, व्यवसाय या प्रशासनिक क्षेत्र में इस्तेमाल की जाती है. പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളതും ടെക്നിക്കലായ വേർഡ്സിൻ്റെയും ഒരു കളക്ഷനാണ്, സംഗ്രഹമാണ് എന്നാണ് പറയുന്നത്. ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഫീൽഡിനെ കുറിച്ചോ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പാരിഭാഷിക് ശബ്ദാവലി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ വേർഡ്സ്, ടെക്നിക്കൽ ടെർമിനോളജി യൂസ് ചെയ്യുന്നത്. ചില തൊഴിലുകളെ പറ്റി പറയാനും, വ്യവസായം എന്ന് വെച്ചാൽ തൊഴിൽ, ജോലികളൊക്കെ കുറച്ച് പറയാനും വേണ്ടി ഇത്തരത്തിലുള്ള വേർഡ്സ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള പാരിഭാഷിക് ശബ്ദാവലിയെ ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ, രാജ്യപാൽ. രാജ്യപാൽ എന്ന് വെച്ചാൽ ഗവർണറിനെയാണ് ടെക്നിക്കൽ ടെർമിനോളജി അല്ലെങ്കിൽ പാരിഭാഷിക് ശബ്ദാവലിയിൽ രാജ്യപാൽ എന്ന് പറയുന്നത് ഗവർണറിനെയാണ്. രണ്ടാമത്തത് അനുച്ഛേദ്. അനുച്ഛേദ് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ. തേർഡ് വൺ, പ്രശാസൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ. ഫോർത്ത് വൺ, നിയുക്തി അല്ലെങ്കിൽ അപ്പോയിൻറ്റ്മെൻറ്റ്. ഫിഫ്ത്ത് വൺ, ജീവൻ വൃത്ത് യാ ബയോഡാറ്റ. സിക്സ്ത് വൺ, ഭ്രഷ്ടാചാർ യാ കറപ്ഷൻ. അഴിമതിയാണ് ഭ്രഷ്ടാചാർ എന്ന് പാരിഭാഷിക് ശബ്ദാവലിയിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, വിഭാഗ്. വിഭാഗ് ഡിപ്പാർട്ട്മെൻറ്റ്. വ്യയ് എക്സ്പെൻഡിച്ചർ, ചെലവിനെയാണ് വ്യയ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. പഹചാൻ പത്ര അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ്. മെയിനായിട്ട് പല എക്സാമുകളിലും ഇത്തരത്തിലുള്ള വേർഡ്സ് യൂസ് ചെയ്ത് വരുന്നത് കാണുന്നുണ്ട്. പഹചാൻ പത്രമൊക്കെ അധികം ചോദിച്ച് കാണാറുണ്ട്. നെക്സ്റ്റ് വൺ, അനുദാൻ അല്ലെങ്കിൽ ഗ്രാൻറ്റ്. 11th വൺ, അനുദേശ് യാ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷനാണ് അനുദേശ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, കാനൂനി, ലീഗൽ. ലീഗലായ കാര്യങ്ങളെ കാനൂനി എന്ന വേർഡ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. പ്രബന്ധക്. പ്രബന്ധക് അല്ലെങ്കിൽ മാനേജർ. ഇത് പല എക്സാമുകളിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാരിഭാഷിക് ശബ്ദമാണ്. പ്രബന്ധക് എന്ന് പറഞ്ഞാൽ മാനേജർ. നെക്സ്റ്റ് വൺ, നഗർപാലിക. നഗർപാലിക മാനെ ക്യാ ഹെ? മുനിസിപ്പാലിറ്റി. നെക്സ്റ്റ് വൺ, സങ്കൽപ്പ്, റെസല്യൂഷൻ. റെസല്യൂഷനാണ് സങ്കൽപ്പ് അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത്. സച്ചീവ്. സച്ചീവ് വെച്ചാൽ സെക്രട്ടറി. പല സജീവിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. സജീവ് എന്ന് നോർമലായിട്ട് പറയുന്നത് സെക്രട്ടറിയാണ്. ഇതും പല പ്രാവശ്യം ചോദിച്ചു വന്നതാണ്. സ്ഥാനാന്തരൺ, ട്രാൻസ്ഫർ. പ്രശിക്ഷൺ, ട്രെയിനിങ്. റിക്തത, വേക്കൻസി. പ്രമാൺ പത്ര, സർട്ടിഫിക്കറ്റ്. ഇതും കുറേ തവണ ചോദിച്ചതാണ്. പ്രമാൺ പത്ര, സർട്ടിഫിക്കറ്റ്. ജൻഗണന, സെൻസസ്. അഭിയാൻ, ക്യാമ്പയിൻ. സർവശിക്ഷ അഭിയാൻ എന്നൊക്കെ പറയാറില്ലേ, അത് അഭിയാൻ എന്ന് വെച്ചാൽ ക്യാമ്പയിനാണ്. വർഗ്, കാറ്റഗറി. പരിഷത്ത്, കൗൺസിൽ. വിധി, ലോ. ചുനാവ്, ഇലക്ഷൻ. ചുനാവ് എന്ന് വെച്ചാൽ ഇലക്ഷൻ, തിരഞ്ഞെടുപ്പിനെയാണ് ചുനാവ് എന്ന് പറയുന്നത്. അഭിലേഖ്, റെക്കോർഡ്. അനുപാത്, റേഷ്യോ. ലിപിക്, ക്ലർക്ക്. ലിപികും കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, വരിഷ്ഠ്. വരിഷ്ഠ് മീനിങ് സീനിയർ എന്നാണ്. അവർ അല്ലെങ്കിൽ കനിഷ്ഠ് എന്ന് പറഞ്ഞാൽ ജൂനിയർ. സാക്ഷാത്കാർ, ഇൻ്റർവ്യൂസിനെയൊക്കെയാണ് സാക്ഷാത്കാർ എന്ന് പറയുന്നത്. ന്യായാധീശ്, ജഡ്ജ്.
സേവാനിവൃത്തി, റിട്ടയർമെൻറ്റിനാണ് സേവാനിവൃത്തി എന്ന് സൂചിപ്പിക്കുന്നത്. മാനക് മീൻസ് സ്റ്റാൻഡേർഡ്. ഉച്ചിതം ന്യായാലയ്, സുപ്രീം കോർട്ട്. നെക്സ്റ്റ് വൺ പ്രാചാര്യ യാ പ്രിൻസിപ്പൽ. പ്രതിശത്, പെർസെൻറ്റേജ്. ചേതാവനി, വാണിംഗ്. വാണിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ ചേതാവനി എന്നാണ് പറയുന്നത്. പര്യടൻ, ടൂറിസം. പ്രതിവേദൻ, റിപ്പോർട്ട്. ഇതും പലപ്പോഴും ചോദിച്ചതാണ്. പ്രതിവേദൻ, റിപ്പോർട്ട്. പരിവഹൻ, ട്രാൻസ്പോർട്ട്. ഇക്കായി, യൂണിറ്റ്. ബൈഠക്, മീറ്റിംഗ്. കാര്യാലയ്, ഓഫീസ്. വ്യവസായ്, ഒക്യുപ്പേഷൻ. നാഗരിക്, സിറ്റിസൺ. ഉമ്മീദ്വാർ, കാൻഡിഡേറ്റ്. നെക്സ്റ്റ് വൺ ശിക്കായത്, കംപ്ലൈൻറ്റ്. കാര്യസൂചി, അജണ്ട. ആവേദൻ, ആപ്ലിക്കേഷൻ. ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ ഒരുപാട് പാരിഭാഷിക് ശബ്ദങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇതൊക്കെ പല എക്സാമുകളിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയ ആണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. മിൽത്തെ ഹെ അഗലെ വീഡിയോ മേ. ധന്യവാദ്.